കഷ്ടം. ഒരു വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ പോകും, 2-3-4 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഫോർ രജിസ്ട്രേഷൻ കാർ സ്കോഡ വരെ ഒരു ദിവസം 2000 റുപ്യ കൊടുത്താൽ വാടകയ്ക്ക് കിട്ടും. അതിങ്ങോട്ട് വന്നെടുക്കും. നോക്കുമ്പോൾ ചുവന്ന ബോർഡ് ഫോർ സ്കോഡയിലൊക്കെ അതും എടുത്തോണ്ടാ പെണ്ണ് കാണാൻ പോവാ. ആര് വിസിറ്റിംഗ് വിസ ഇപ്പോൾ അവിടെ ക്യാൻസൽ ആയിട്ടാ തിരിച്ചു വരുന്നത്. എന്താ ജോലി? ദുബായിലാണ്. ദുബായ് എന്ന് കേട്ടാൽ മതി. അവിടെ മുനിസിപ്പാലിറ്റി ആണല്ലോ, ഒന്നും വിഷയമൊന്നുമല്ല. ദുബായ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ സ്കോഡായിലല്ലേ വന്നിട്ട് ചെറുക്കം വേണമെങ്കിൽ ഓടിച്ചോണ്ട്, അല്ലെങ്കിൽ ഒരു ടൈ ഒക്കെ ഇട്ട് സൂട്ടൊക്കെ ഇടാം. ഇത് വലിയ പാടാണ്. ഇന്ന് എല്ലാ ഈ ബംഗാളികൾ കൊണ്ടുവന്ന് ഓരോരുത്തർ യൂസ് ചെയ്തത് യൂസ്ഡ് ഷർട്ട് വിൽക്കുന്ന സ്ഥലമുണ്ട്. ഇതെല്ലാം കിട്ടും സംഭവം. ഇതെല്ലാം അങ്ങോട്ട് വാങ്ങി അങ്ങോട്ട് ഇട്ടിട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് പോയി ഇവിടത്തേക്ക് പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റാറ്റസിന് നമുക്ക് പറ്റൂല. അല്ല, അത് കുഴപ്പമില്ല, നിങ്ങളുടെ കഴിവനുസരിച്ച് എന്നാൽ മതി. ഞങ്ങളങ്ങനെ ഒന്നും ചോദിക്കാറൊന്നുമില്ല. സ്ത്രീധനമൊന്നും നമുക്ക് അതിൻ്റെ അങ്ങനെ ചോദിച്ച് വാങ്ങലൊക്കെ ഒരു തെറ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട. ചിലരൊക്കെ എന്തെന്നറിയോ, ചോദിക്കാൻ മടിയുള്ളത് കൊണ്ട് ഒരു പെണ്ണ് മാത്രവും പുറമ്പോക്ക് മാത്രമുള്ള സ്ഥലം പോയി നോക്കും. ഒറ്റ പെണ്ണ്. ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലോ. ഈ ഹൈവേയുടെ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ, കുറ്റിവട്ടം മുതൽ അങ്ങ് കന്നേറ്റി വരെ ഒക്കെ ഈ പെണ്ണിൻ്റെ പേർക്കാം. പിന്നെ അതിനവിടെ ചോദിക്കേണ്ട കാര്യം? നമ്മൾക്ക് ചോദിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇവിടെ ചോദ്യമൊന്നുമില്ല. അത് വലിയ ഐഡിയ ആണ്. ഓരോരുത്തർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എന്ന് കറങ്ങിയൊക്കെ നോക്കും. നല്ല ഒരു കാതലിൽ കയറി പിടിക്കും. അപ്പൊ ചോദ്യമില്ല, ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് വീട്ടുകാരങ്ങോട്ട് മനസ്സിലാവും, നല്ലൊരു ഇതൊക്കെയാണല്ലോ, നമുക്കൊന്ന് ആലോചിച്ചേക്കാം. അപ്പൊ അന്വേഷിക്കും. ഓടിപ്പോയിട്ട് എങ്ങനെയുണ്ട്, അവൻ ദുബായിലായിരുന്നു, വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി, വന്ന് വണ്ടിയൊക്കെ എടുത്തു, ഞങ്ങൾക്കറിയില്ല. വാടകയ്ക്ക് വണ്ടി കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇവ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങടുത്തേ പോയി ചോദിക്കുള്ളൂ. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ശരിയോ, ദുബായിൽ നിന്ന് വന്നോ വരക്കൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇത് പെതുക്കെ പെട്ടെന്ന് നല്ലൊരു ആലോചനയൊക്കെ വന്ന് അൽഹംദുലില്ലാ അവന്റെ കടവും കാര്യങ്ങൾ എല്ലാം എടുത്ത് കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വണ്ടി വിൽക്കാൻ പോവാ. അതെന്താ വണ്ടി വിൽക്കാൻ കിടക്കട്ടെ, എൻ്റെ അനിയന്മാരൊക്കെ അല്ല, ഇത് സ്കോഡായ ഒരു ഗ്ലാസ് സൈഡ് ഗ്ലാസ് പൊട്ടിയാലേ ഈ 18,000 രൂപയായി അതിൻ്റെ വില. എൻ്റെ അനിയന്മാർ മുടക്കുമോ, അവന് റീചാർജ് ഇറക്കാൻ പൈസ ഇല്ലായിരിക്കുന്നതിൻ്റെ അടുത്ത് അങ്ങനെ അത് മുടക്കിയാൽ അതുകൊണ്ട് നമുക്ക് വിറ്റിട്ട് പോകാം, ഞാൻ വന്നിട്ട് വീണ്ടും എടുത്തോളാം. പാവം അറിയുമോ ഇത് വാടകയ്ക്ക് എടുത്താന്ന്, ഇല്ലെങ്കിൽ വാടകക്കാരൻ വന്ന് ഹൽക്കന് പിടിക്കൂലേ. അപ്പൊ ഇത് കൊടുത്തിട്ട് മൂപ്പിലാൻ കയറി അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് ഒരു വിസ എടുത്തിട്ട് പോകും. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നടക്കുന്നത്. അങ്ങനെ ആളിന്റെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കാതെ, തിരക്കാതെ ഒരു പെണ്ണിനെ പിടിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, പിന്നെ അങ്ങോട്ട് ഇടങ്ങേറുവാവുക. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം, മനസ്സിലാക്കണം. തീർച്ചയായും അവന്റെ സ്വഭാവം, അവളുടെ സ്വഭാവം, അവളുടെ കുടുംബ മഹിമ, ഇതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കണം. അത് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കാൻ, ഇസ്തശാറ റജുലുൻ ഫീ ദാവൂദ ഫി തസ്വീജ്, കല്യാണത്തിന്റെ വിഷയത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ആലോചിച്ചു, ഇതുപോലെ ഒരു കല്യാണം കഴിക്കുന്ന കാര്യം അന്വേഷിക്കാനാണ്, എന്താണ് അഭിപ്രായം? ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സൽ സുലൈമാനായ എന്റെ മോന്റെ അടുത്ത് ചോദ്യര്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവസ്ഥ എപ്പോഴാ? വഹു അബ്നു 7 സിനീൻ, 7 വയസ്സ്. വഹു അബ്നു 7 സിനീൻ, 7 വയസ്സ് പ്രായമേ ആയുള്ളൂ. ആര്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 7 വയസ്സ്. വഹു യൽഅബു മഅ സബിയാൻ, അവൻ കുട്ടികളായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. ആ ചെങ്ങാതി അടുക്കൽ പോയിട്ട് ചോദിക്കാൻ, കല്യാണം കഴിക്കാൻ പോകുന്നു. 7 വയസ്സുകാരൻ ചെറുക്കൻ്റെ അടുക്കൽ പോയി ചോദിക്കാൻ വാപ്പ് പറഞ്ഞു വിടുകയാണ്. എന്തായാലും ഒരു പ്രവാചകന്റെ വാക്കാണല്ലോ, പോകണമല്ലോ. അദ്ദേഹം പോയി ആ ചെറുക്കനെ കണ്ടുപിടിച്ചു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. അപ്പൊ നോക്കിയപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ല, കുതിരയും ആനയൊക്കെ കളിക്കുന്ന പോലെ യർക്കബ് മാസബിയാൻ, ഒരുത്തന്റെ കൂടെ അപ്പൊ ഇങ്ങനെ കയറി കുതിര കളിച്ചോണ്ടിരിക്കുക, ഒന്നിന്റെ മോളി ഒന്നായിട്ട് ഇങ്ങനെ ആട്ടിട്ട് വിളിച്ചു, മോനെ ഞാൻ പെണ്ണ് കെട്ടാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് അഭിപ്രായം? നാണമുണ്ട്, ലജ്ജയുണ്ട്, എങ്കിലും അദ്ദേഹം പറഞ്ഞു വിട്ടാണല്ലോ, ചോദിക്കാതിരിക്കാൻ പറ്റുമല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് അപ്പൊ അഭിപ്രായം? കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അലൈക ബിൽ ഫില്ലത്തിൽ ബൈളാ, അലൈക ബിൽ ഫില്ലത്തിൽ ബൈളാ അവിൽ അഹ്മർ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നല്ല വെള്ളിയെയും, നല്ല വെളുപ്പുള്ള തൂവെള്ളയായ വെള്ളിയെയും നല്ല ചുവന്ന സ്വർണത്തെയും നീ മുറുകെ പിടിച്ചുകൊള്ളുക. അലൈക ബിദ്ദഹബിൽ അഹ്മർ വൽ ഫില്ലത്തിൽ ബൈളാ, നല്ല സ്വർണം,
നല്ല സ്വർണം, നല്ല ചുവന്ന സ്വർണം, നല്ല വെളുത്ത വെള്ളി, ഇതിനെ നീ മുറുകെ പിടിക്കുക. വഹ്ദർ, നീ ഒഴിവാക്കുക. അൽ ഫറസ, കുതിരയെ ഒഴിവാക്കുക. ഒരു പിടുത്തവും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ വലം യഫ്വം, അദ്ദേഹം ഒന്നും മനസ്സിലായില്ല. ഇതെന്ത് വെള്ളിയും സ്വർണവും ഒക്കെ, അത് കല്യാണം ആലോചിച്ചിട്ട് എടുക്കുന്ന കാര്യമല്ലേ വെള്ളിയും സ്വർണവും ഒക്കെ. ഇതൊന്നും ഒന്നും പിടികിട്ടിയില്ല. ഇദ്ദേഹം നേരെ പോയി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുക്കലേക്ക് പോയി. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാനിങ്ങനെ പോയി മകനോട് ചോദിച്ചു. മകൻ പറഞ്ഞു അലൈക ബിൽ ദഹബിൽ അഹ്മർ വൽ ഫില്ലത്തിൽ ബൈള വഹദറിൽ ഫറസ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. ശരി, അത് മതി, എനിക്ക് അലൈക ബിൽ ദഹബിൽ അഹ്മർ എന്ന് പറഞ്ഞാൽ കന്യകയെ നീ തെരഞ്ഞെടുക്കുക എന്നർത്ഥം. വൽ ഫില്ലത്തിൽ ബൈള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധവയെ നീ തിരഞ്ഞെടുക്കുക എന്നർത്ഥം. കന്യക അല്ലെങ്കിൽ വിധവയെ. അതല്ലാത്ത വഹദറിൽ വമാ വറാഅഹുമ, ഇത് രണ്ടുമല്ലാത്തത് കോഷ്ടി കാണിക്കുന്ന കുതിരയാണ് എന്നർത്ഥം. ഒന്നുകിൽ വിധവ അല്ലെങ്കിൽ കന്യക എന്ന് പറഞ്ഞാൽ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ദീനിയായ നിലയിൽ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു ഭർത്താവിനെ മനസ്സിലാക്കുന്ന, ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് എല്ലാ ബോധവുമുള്ള പെണ്ണായിരിക്കണം നീ തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാത്ത പെണ്ണിനെ നീ തിരഞ്ഞെടുത്താൽ കോഷ്ടി കാണിക്കുന്ന കുതിരയായി മാറും. അതായിരിക്കും നിന്റെ പര്യവസാനം എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഭിപ്രായത്തെ മാനിച്ച് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യമായി അവൻ പെണ്ണിനെ കണ്ടു തന്നെ വിവാഹം കഴിക്കണം. പെണ്ണ് കാണൽ ചടങ്ങ് അത് ഇസ്ലാമിന്റെ ചടങ്ങാണ്. പക്ഷെ ഇന്നത്തെ കൂട്ട് അനാവശ്യ ആർഭാട ചടങ്ങല്ലാതെ ഒരു കല്യാണത്തിന്റെ ചെലവാണ് ഒരു പെണ്ണ് കാണുന്നതിന് ഓരോ ടൗണിലെ മുതലാളിമാര് ചെലവ് ചെയ്യുന്നത്. കൊല്ലം പട്ടണത്തും തിരുവനന്തപുരം പട്ടണത്തും ഒക്കെ പരിശോധിച്ചാൽ കല്യാണത്തിന് പെണ്ണ് കാണുന്ന ചടങ്ങ്, പേര് തന്നെ പെണ്ണ് കാണൽ ചടങ്ങ്, ഒരു കല്യാണത്തിന്റെ ദൂരത്താണത്. വിടില്ല അല്ലാഹു, നാളെ പടച്ചവൻ ചോദിക്കും അതിനെ കുറിച്ച്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളീൻ, പെണ്ണ് കാണൽ ചടങ്ങ് അത് ലളിതമായ മാർഗത്തിലായിരിക്കണം, ലളിതമായ രീതിയിലായിരിക്കണം. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഖതബതു ഇംറഅതൻ, ഞാനൊരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തി നബിയേ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകനോട് മുഗീറത്ത് ബിൻ ശുഅബ ചോദിച്ചു. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ഹൽ നളർത ഇലൈഹാ, നീ ആ പെണ്ണിനെ കണ്ടോ മുഗീറ, നീ ആ പെണ്ണിനെ കണ്ടോ മുഗീറ എന്ന് ചോദിച്ചപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഞാൻ കണ്ടില്ല നബിയേ. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫൻളുർ ഇലൈഹാ, നീ അവളെ കാണണം, നീ അവളെ കാണണം. എന്തിനാണാവോ അങ്ങനെ കാണുന്നത്? ഫഇന്നഹു അഹ്റാ അയ്യൂദമ ബൈനകുമാ, ദാമ്പത്യ ജീവിതം രൂഢമൂലമാകുന്നതിന് വേണ്ടി പെണ്ണ് കാണൽ ചടങ്ങ് അത്യന്താപേക്ഷിതമാണ്. അതല്ലാതെ ഒരു ഫോട്ടോ കണ്ടിട്ടൊന്നും പെണ്ണ് കണ്ടിട്ട് കാര്യമില്ല. ഗൾഫിൽ നിൽക്കുന്ന ചങ്ങാതിക്ക് ഇവിടുന്ന് വാപ്പ ഫോട്ടോ അയച്ചു കൊടുക്കും, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഫോട്ടോ കൊടുക്കും. പെണ്ണിന്റെ പല്ല് തെള്ളിയതാണോ അകത്തോട്ടിരിക്കുന്നതാണോ, പല്ലുണ്ടോ, എന്തായാലും ചിരിച്ചോണ്ട് ഫോട്ടോ ഒന്നും എടുക്കൂലല്ലോ. അതേപോലെ കുഴിയുണ്ടോ ഗട്ടറുണ്ടോ ടാറിട്ടതാണോ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ അതും പറ്റൂല. ഇതൊക്കെ എല്ലാം ബ്യൂട്ടീഷ്യനിൽ പോയി, ബ്യൂട്ടി പാർലറിൽ പോയി എല്ലാം ചെയ്ത് ഗട്ടറൊക്കെ നികത്തി ടാറൊക്കെ ഇട്ട് വെള്ളയൊക്കെ വൈറ്റ് വാഷ് ഒക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ടായിരിക്കും കൊടുത്ത് അങ്ങോട്ട് വിടുന്നത്. എങ്ങോട്ട്? ദുബായിലേക്ക്. അവൻ ഒറ്റ നോട്ടത്തിൽ അറ്റാക്ക് വന്നില്ല എന്നേ ഉള്ളൂ. അവന് ജോലിയും വേണ്ട, ഒന്നും വേണ്ട, വാപിച്ച പെട്ടെന്ന് കബൂലാക്കര്, ഒരു പൈസയും ചോദിക്കണ്ട, ഒന്നും ചോദിക്കണ്ട, തീർന്ന്. ഇവിടെ വന്ന് നേരിട്ട് എന്നാ ഒന്ന് പോയി കാണട്ടെ എന്ന് പോകുമ്പോഴായിരിക്കും ഇന്ദ്രൻസിന്റെ മോന്തയുടെ കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ ഒരു കോലമായിരിക്കും അല്ലേ. പിന്നെ പ്രശ്നമായില്ല. ഇവിടെ അവൻ മാനസികമായി തളരൂലേ, മാനസികമായി അവൻ തളർന്നു പോകൂലേ. അതുകൊണ്ട് ഫോട്ടോ കണ്ട് നീ അങ്ങ് വാക്ക് കൊടുക്കണ്ട പെണ്ണുങ്ങൾക്ക്. നീ വന്ന് നേരിട്ട് കാണു പെണ്ണിനെ, പെണ്ണിന്റെ അവസ്ഥ നീ കാണ്. പെണ്ണിനെ കാണാൻ വരുമ്പോൾ നമ്മൾ 10-15 പേരെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകണ്ട. ഒരു ടാറ്റാസുമോ നിറച്ചു അങ്ങ് ആള്, ഇയാള് മൂപ്പിലാങ്കാരെ ഫ്രണ്ടിയിരിക്കും, ബാക്കിയുള്ള മക്കൾ കൂട്ടുകാരൊക്കെ അളിയ എല്ലാ അളിയന്മാരാ. പെണ്ണ് കെട്ടാൻ പോയിട്ടാണ് അവിടുന്ന് അളിയൻ തുടങ്ങുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളെല്ലാം അളിയന്മാരാണ്. റോഡിൽ കൂടെ പോകുന്നവരും വരുന്നവരും നിൽക്കുന്നവരും ഇരിക്കുന്നവരും എല്ലാ അളിയന്മാരും.
പണ്ട് ഒരു പെണ്ണിനെ കെട്ടിയ പെണ്ണിന്റെ ആങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളിയാന്നൊക്കെ പറയും. ഇപ്പൊ എല്ലാരും അളിയന്മാർ. അങ്ങനെ പോയി പെണ്ണ് കാണാൻ കൊണ്ടുപോകുമ്പോഴോ ഇവൻ പറയുന്നത് എന്താ? അളിയാ, ഞാൻ മുഖത്തോട്ടേ നോക്കാൻ പറ്റുള്ളൂ, നീ ബാക്കിയുള്ള ഭാഗത്തോട്ടൊക്കെ നീ നോക്കണം, എനിക്കൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പെണ്ണിൻ്റെ അടുത്ത് മാത്രം ഒന്ന് ചോദിക്കും പേരൊക്കെ, അല്ല നമുക്കൊന്നും ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പം മുടി എത്രയുണ്ട്, ഉപ്പൂറ്റിയൊക്കെ വെടിച്ചു കീറിയതാണോ, അവള് കാലൊക്കെ തേച്ച് കഴുകുന്നവളാണോ, ഇത്യാദി കാര്യങ്ങളൊക്കെ നീ നോക്കണം. ബാക്കിയുള്ള പറഞ്ഞ് നിരത്തിയിരിക്കുക. നാണമില്ലേ? ചൊവ്വാഴപ്പഴവും നാരങ്ങ വെള്ളവും കുടിക്കാൻ വേണ്ടിയിട്ട് ആണ് ഏറ്റവും കുറഞ്ഞതൊക്കെ കൊണ്ട് കൊടുക്കുള്ളത്. ആദ്യമൊക്കെ ഈ ഫ്രൂട്ട് സലാഡൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കെട്ടിയില്ലെങ്കിൽ 10-25 രൂപ നഷ്ടമല്ലേ. ഷാർജ ജ്യൂസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സുഖിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വേണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് 3 രൂപ നാരങ്ങ വെള്ളം, സോഡാ നാരങ്ങ വെള്ളമെങ്കിൽ സോഡാ നാരങ്ങ വെള്ളം അതങ്ങോട്ട് കൊടുക്കുക. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ പെണ്ണ് കാണുമ്പോൾ നമ്മുടെ മക്കളെ വീട്ടിനകത്തേക്ക് ഒരു മുറിക്കകത്തേക്ക് പെണ്ണിന്റെ ബാപ്പയുടെ സാന്നിധ്യത്തിൽ നിർത്തിയിട്ട് ഇവനെ അകത്തേക്ക് ക്ഷണിക്കണം. അകത്ത് പോയി പെണ്ണുമായിട്ട് സംസാരിക്കട്ടെ. എന്താ പേര്? സബീന. എത്ര പഠിച്ചു ഒക്കെ ചോദിക്കും. നിങ്ങളുടെ പേരും ചോദിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പരസ്പരം ചോദിക്കുമ്പോൾ നിങ്ങളുടെ രഹസ്യ രോഗങ്ങളും കൂടെ ഒന്ന് പറയണം. ചിലർക്ക് എന്താ പറയുക, രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മാരകമായ രോഗമൊന്നുമില്ല. ചിലർക്ക് ഷുഗർ കാണും, ഷുഗറിന്റെ അസുഖമുള്ളവർ കാണും. ചിലർക്ക് ഈ ജന്നിയുടെ ഒക്കെ അസുഖം, അപസ്മാരം, ഇതുപോലുള്ള രോഗങ്ങളൊക്കെ കാണും. ഇതിനൊക്കെ മരുന്ന് കഴിച്ച് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നവരായിരിക്കും. അപ്പൊ ഇത് പെട്ടെന്ന് പറഞ്ഞാൽ കല്യാണം നടക്കൂല. പിന്നെ കല്യാണം നടന്നതിന് ശേഷം എങ്ങാനും ബെഡ്റൂമിൽ വന്നിട്ട് നീ ഇങ്ങനെ വായെല്ലാം കൂടെ പതപ്പിച്ച് എന്ന് പറഞ്ഞിട്ട് കിടന്നാല് അത് ആകെ ഇടങ്ങേറാവും. അപ്പൊ അതുകൊണ്ട് പരസ്യമായിട്ട് രണ്ടുപേരും കൊണ്ട് ചോദിക്കുമ്പോൾ പറഞ്ഞേരെ, എന്താ എനിക്ക് ഷുഗർ ഉണ്ട്, അല്ല എനിക്ക് അപസ്മാരവും ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ രഹസ്യമായ രോഗങ്ങൾ നിങ്ങളത് പറയണം. പറയാതെ കണ്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുത്. അത് പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും. എത്രയോ ദമ്പതികൾ, എത്രയോ മാതാപിതാക്കൾ അവരുടെ മക്കളുടെ രഹസ്യ രോഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കല്യാണം നടത്തി കൊടുക്കുന്നു. പിന്നീട് അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് പറയും, അള്ളാഹു തരും. അള്ളാഹു കുട്ടികൾക്ക് ഏത് കുട്ടിക്ക് ആരെയാണോ കൊടുക്കേണ്ടത്, ഇത് പടച്ചവൻ എന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ദുഃഖിക്കേണ്ട, വ്യാകുലപ്പെടേണ്ട. പടച്ചവൻ അവരെ കൊണ്ടെത്തിക്കും ആ സ്ഥാനത്തേക്ക്. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ പറയണം. അവരാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരിച്ച് ഇറങ്ങി വരട്ടെ. അവനൊരു തീരുമാനം കാണും. പിന്നെ ആ കൈ ഇങ്ങനെ ഒന്ന് കാണിക്കണം. പെണ്ണിന്റെ കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ കൈത്തണ്ട ഇങ്ങനെ കൈയുടെ മുകൾ ഭാഗം കാണുമ്പോൾ പെണ്ണിന്റെ ശരീരത്തിന്റെ വടിവം, ആകാര സൗഷ്ഠവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. മെലിഞ്ഞതാണോ കൊഴുത്തതാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇതിങ്ങനെ കാണിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതേപോലെ തിരിച്ചു കാണിച്ചാൽ ഈ പെണ്ണിന്റെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ, മാനസിക സൗന്ദര്യം, മാനസിക ഐശ്വര്യം, ഇവളുടെ സ്വഭാവ മഹിമ എത്രത്തോളം ഉണ്ട് എന്ന് ഈ കൈയുടെ വെള്ളം നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയും. അതിനിങ്ങനെ ഒന്ന് കാണിക്കണം. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതൊന്നും ആരാ നോക്കുക? കയ്യൊക്കെ ഇങ്ങനെ കണ്ണിൽ കാലി ഇങ്ങനെ ഇതൊക്കെ ആരെങ്കിലും നോക്കുക? അതാ പറഞ്ഞത്, തുടക്കത്തിലേ പൊട്ടി. അതാണ് കുടുംബ പ്രശ്നം ശരിയാവാത്തത്. ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ പാലിക്കപ്പെടാത്തതിന്റെ പേരിലാണ് ആകെ പ്രശ്നങ്ങൾ. ഇനിയെങ്കിലും പാലിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോ എന്താ നോക്കാനെ, കെട്ടി 5-6 മക്കളുമായി ഒന്നുമില്ല, പെണ്ണുമ്പിള്ളയുടെ കൈ രാത്രി പോയി പിടിച്ചു വെച്ച് നോക്ക് ഇങ്ങനെ ഉണ്ടെന്ന്. ഇനിയെങ്കിലും നീ നന്നാവ് പെണ്ണെ, നീ ഇത്ര നാളും ഇങ്ങനെ ആയി പോയി, എന്റെ കഴുത്തണ്ട കണ്ടാലേ അറിയാം നീ ശരിയല്ല എന്ന്. ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവൂ എന്നൊക്കെ എങ്കിലും ഒന്ന് ചുമ്മാ കൈക്ക് പിടിച്ചൊന്ന് പറഞ്ഞേരെ. അല്ലാ രാവിലെ ചായ ഇട്ട് തരൂല. അപ്പൊ അത് നോക്കണം, പെണ്ണ് കാണണം. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ തിരഞ്ഞെടുക്കേണ്ടത് ഈ കന്യകയായ പെണ്ണിനെയാണ്. അലൈക്കും ബിൽ അബ്കാർ ഫഇന്നഹുന്ന അഅദബു അഫ്വാഹാ വഅൻതഖു അർഹാമാ വഅർളാ ബിൽ യസീർ. കന്യകയായ പെണ്ണിനെയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. എന്താണാവോ? കന്യകയായ പെണ്ണിന് മാത്രമേ മധുരത്തിന്റെ ഭാഷ സംസാരിക്കാൻ കഴിയൂ. അവൾ മധുരഭാഷിണികളാണ്. അവൾ കൂടുതൽ പ്രസവിക്കുന്നവളാണ്. അവൾ അല്പം കൊണ്ട് തൃപ്തി അടയുന്നവളുമാണ്. കൂടുതൽ പ്രസവിക്കണം. തനാകഹു തവാലദു തകാസറു ഫഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. നമ്മൾ നിക്കാഹിന്റെ സദസ്സിൽ ഓതുന്ന ഹദീസാണ് ഇതൊക്കെ. നിങ്ങൾ വിവാഹം കഴിക്കിൻ, പ്രസവിക്കിൻ, അധികരിപ്പിക്കിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്തിന്റെ ആധിക്യം കണ്ടുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ സന്തോഷിക്കട്ടെ.
മഹ്ശറിൽ ഞാൻ സന്തോഷിക്കട്ടെ, 950 വർഷക്കാലം പ്രബോധനം ചെയ്ത നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും വളരെ തുച്ഛമായ ജനതകളെ മാത്രമാണ് വാർത്തെടുക്കാൻ കഴിഞ്ഞത്. കേവലം 23 വർഷക്കാലത്തെ പ്രബോധനത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കോടിക്കണക്കിന് ജനങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒന്നിലോ രണ്ടിലോ നിങ്ങൾ സ്റ്റാപ്ലർ അടിച്ച് സ്റ്റോപ്പ് ചെയ്തേക്കല്ലേ, നിങ്ങൾ അങ്ങോട്ട് പ്രസവിച്ചോളി. ഏത് കുട്ടിയാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്നത് എന്നറിയില്ല. 10 മക്കൾ കാണും, ചിലപ്പോ ഒരുത്തനെ കൊണ്ടേ ഗുണം കാണുള്ളൂ, വാപ്പാക്കും ഉമ്മാക്കും ഒരുത്തനെ കൊണ്ടേ ഗുണം കാണുള്ളൂ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് കന്യക കൂടുതൽ പ്രസവിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഹീന സമിഅ ബി തസവ്വുജിഹി, നബി തങ്ങൾ ജാബിറിന്റെ വിവാഹത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഫഖാല ലഹു, ജാബിറിനോട് ചോദിച്ചു നബി തങ്ങൾ, ഫഹല്ലാ ബിക്റാ, ജാബിർ ഒരു വിധവയായ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. ജാബിർ റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിച്ച കാര്യം നബി തങ്ങൾ അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫഹല്ലാ ബിക്റാ, ഒരു വിർജിൻ ലേഡിയെ ആയിക്കൂടായിരുന്നോ, ഒരു കന്യക ആയിക്കൂടായിരുന്നോ? തുലാഇബുഹാ വതുലാഇബുക, പരസ്പരം വിനോദം പങ്കിടാമായിരുന്നല്ലോ. ബൈക്കിലൊക്കെ വെച്ച് ഐസ്ക്രീം ഒക്കെ തിന്ന് ഒരു കപ്പലണ്ടി ഒക്കെ വാങ്ങി അവിടെ ബീച്ചിന്റെ സൈഡിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ ഇത്തരൊക്കെ കളിതമാശകളൊക്കെ പറയാൻ കന്യകയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ. ഇപ്പൊ വിധവയാണെങ്കിലോ അത് പറ്റുമോ? ഒരു കല്യാണം കഴിഞ്ഞ് അവരുടെ ദാമ്പത്യ ജീവിതമൊക്കെ കുറച്ചൊക്കെ അവരുടെ പകുതി മുക്കാലും ഒക്കെ ആസ്വദിച്ചത് ഇനി എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, കന്യകയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പ്രവാചകൻ ഉത്ബോധന നൽകുന്നു. ഇനി പെണ്ണ് കണ്ട് ഉറപ്പിച്ചു, കന്യകയും കന്യക, ഈ പെണ്ണിനെ നമുക്ക് പിന്നെ കാണാവോ? ചിലർ ഈ പെണ്ണിനെയൊക്കെ കണ്ടതിന് ശേഷം ഉണ്ടല്ലോ ഒരു മൊബൈലിലൂടെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകും. വിളിയോടെ വിളി 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 വിളി, രാത്രിയും പകലും ഇല്ലാത്ത വിളി. ഈ 6 മാസത്തെ വിളി കഴിഞ്ഞ് 7ാമത്തെ മാസം ചെറുക്കന്റെ വാപ്പ പറയുന്നു, മോനെ അത് തുക കുറവാട കുട്ടാ, ഞാൻ നല്ല തുകയുള്ളവരെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, അതങ്ങോട്ട് ഒഴിവാക്കിയേരെ മോനെ. 6 മാസത്തെ ഫോൺ വിളിയും പോയി, റീചാർജ് പോകുമ്പോൾ ഇവിടുന്ന് ചാർജ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് ഇങ്ങോട്ട് എന്നെ വിളിക്കണേ, ഇനി വിളിച്ചില്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ മിസ് കാൾ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം അങ്ങോട്ട്. നമുക്ക് അങ്ങനെ അത് ഹലാലാവോ സുഹൃത്തെ? നമുക്ക് ഈ പെണ്ണിനെ ഹലാലാക്കി തന്നോ? ഇല്ലല്ലോ. ഒന്ന് കണ്ടു സംസാരിച്ചു എന്നുള്ളതല്ലാതെ ഈ പെണ്ണിനെ നമുക്ക് ഹലാലാക്കി തന്നിട്ടില്ല. ഈ പെണ്ണ് നമുക്ക് ഹലാലായാൽ മാത്രമേ ഈ പെണ്ണുമായി സംസാരിക്കാൻ അനുവാദമുള്ളൂ. ഇന്നങ്ങോട്ട് വിളിക്കലല്ലേ. ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു, ഞാനോട് ബന്ധമുള്ള ഒരു സഹോദരനെ പറയാണ്, ഞാൻ 15,000 റിയാലിന് വിളിച്ചു ഉസ്താദെ 6 മാസം കൊണ്ട്. ഓ വലിയ സന്തോഷത്തോടെ അറിയാം. 15,000 റിയാൽ 2-2.25 ലക്ഷം റുപ്യ. പടച്ചവന് ഹൈവേയുടെ സൈഡിലങ്ങനെ 1 സെന്റ് വസ്തു വാങ്ങിയിട്ടിരുന്നെങ്കിൽ 10 ലക്ഷം റുപ്യക്ക് ഇപ്പൊ വിൽക്കായിരുന്നു. ഈ പെണ്ണിനെ സംസാരിച്ചിട്ട് എന്താ കാര്യ? സംസാരിച്ചു കഴിഞ്ഞ് 6-7 മാസം സംസാരിച്ച് കല്യാണം കഴിഞ്ഞ് ഇനി എന്തോ സംസാരിക്കാനാ? ഉള്ളതെല്ലാം നമ്മൾ നേരത്തെ സംസാരിച്ചല്ല. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, നാളെ മലക്കറി വേണോ, പച്ചക്കറി വേണോ, ചാള വേണോ, മീൻ വേണോ, എന്താ നാളത്തെ കാര്യം, അടുക്കളയുടെ കാര്യം വല്ലതും ചർച്ച ചെയ്യും. ബാക്കിയെല്ലാം തീർന്ന് സംസാരിച്ചു കഴിഞ്ഞ് 2 ലക്ഷം റുപ്യക്ക് സംസാരിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ വല്ല കഴുകല് പറിക്കല് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കട്ടെ. അതൊക്കെ തന്നെ പിന്നെ ഉള്ളതല്ല അല്ലേ? അല്ലാഹു അക്ബർ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംസാരിച്ച് നിങ്ങളുടെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ മധുരം, ആ ഒരു സന്തോഷം അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അത് കളയരുത്, അത് പിന്നീടത്തേക്ക് വേണ്ടി ബാക്കി വെക്കും. അതുകൊണ്ട് അങ്ങനെ കല്യാണം കണ്ട് ആലോചിച്ച് ഖുതുബ നടത്തി പെണ്ണിന്റെ വാപ്പയുടെ കൈക്ക് പിടിച്ച് നിന്റെ കൈക്ക് പിടിച്ച് യോജിപ്പിച്ച് നിനക്ക് ഹലാലാക്കി തരുന്നത് വരെ ഈ പെണ്ണുമായിട്ട് നിനക്ക് ചങ്ങാത്തം വേണ്ട. പിന്നെ കാണണമെന്ന് തോന്നുമ്പോ ഒന്ന് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഖതബതു ഇംറാഅത, ഞാനൊരു പെണ്ണിനെ കണ്ടു, ഫകുന്തു അതഖബ്ബഉ ലഹാ, ഞാൻ അത് ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ് നബിയേ, ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇടയ്ക്കൊന്നും ഞാൻ പോയി അവളെ കാണാതെ ഞാൻ കാണും, കുഴപ്പമുണ്ടോ? നബി തങ്ങളോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖതബ അഹദുകും ഇംറാഅതൻ ഫലാ ജുനാഹ അലൈഹി അൻ യൻളുറ ഇലൈഹാ വഇൻ കാനത് ലാ തഅലം. നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തിയാൽ അവൾ കാണാതെ അവളെ പോയി കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. സ്കൂളിലേക്കോ കോളേജിലേക്കോ വരുന്ന വഴിയിൽ നമ്മൾ ബൈക്ക് എവിടെയെങ്കിലുമൊക്കെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് അങ്ങ് പോകുമ്പോൾ അളിയ അതുകൊണ്ട് നമ്മൾ കാണല, ഒപ്പിച്ച് കാണിച്ചു കൊടുക്കല, അളിയ ദോ അത് എങ്ങനെയുണ്ട്, കൊള്ളാമോ അളിയ, അങ്ങനെയാണ്. ഇവ മറ്റൊരാളുടെ അടുത്താ ചോദിക്കുന്ന അഭിപ്രായങ്ങൾ മൊത്തം. അപ്പൊ ഇവൻ രഹസ്യമായിട്ട് പോയി കാണാം. വൈൻകാനത്തിലാത്ത ആലം അവൾ അറിയില്ല എങ്കിലും. അപ്പൊ അങ്ങനെയാണ്. അൽഹംദുലില്ലാ, അത്യാവശ്യം ഇത്രയൊക്കെ മതി. പിന്നെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ വേറെ ഒരാള് ഒരു ഇടങ്കോലിട്ടോണ്ടൊരു കല്യാണ ആലോചന ആ വീട്ടിലേക്ക് നടത്താവോ?
ഇസ്ലാമിക മാനദണ്ഡം എന്താണ്? ഒരാളൊരു കല്യാണ ആലോചന നടത്തി, രണ്ടാലൊന്നും തീരുമാനമായില്ല, ഒന്നുകിൽ ഈ കല്യാണത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു, ഇല്ല എങ്കിൽ ഞങ്ങൾ പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഒരാഴ്ച കഴിയട്ടെ, ഒരു 2 ആഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ അതിനിടയ്ക്കോട്ട് വിട്ട് പിന്നെ നമ്മൾ ഒരു ആലോചന നടത്താമോ? ഇല്ല. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ, മുഅ്മിനീങ്ങൾ പരസ്പര സഹോദരങ്ങളാണ്. മുഅ്മിനീങ്ങൾ പരസ്പര സഹോദരങ്ങളാണ്. ഒരു മുഅ്മിൻ അടുത്ത മുഅ്മിന്റെ സഹോദരനാണ്. ഫലാ ജുനാഹ അലൈഹി അൻ യഖ്തുബ ഖുത്ബത അഖീഹി ഹത്താ യദറ, ഒരു മുഅ്മിനെ അപേക്ഷിച്ചിടത്തോളം അവന് യോജിച്ച കാര്യമല്ല. ഫലാ ജുനാഹ അലൈഹി അൻ യഖ്തുബ അലാ ഖുത്ബതി അഖീഹി, ഒരു സഹോദരൻ കല്യാണ ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ അതിനെ അതിക്രമിച്ച് കയറി മറ്റൊരാൾ കല്യാണ ആലോചന നടത്തുക എന്നുള്ളത് ശരിയല്ല. ഹത്താ യദറ, ആദ്യത്തെ ആ ഒരു കാര്യം, ആ ചർച്ച ഉപേക്ഷിക്കുന്നത് വരെ, ആദ്യത്തെ ആ ഒരു ആലോചന അവർ ഉപേക്ഷിക്കുന്നത് വരെ നിങ്ങൾ അതിനെ അതിര് കടന്നുകൊണ്ട് അതിക്രമിച്ചുകൊണ്ട് രണ്ടാമതൊരു കല്യാണം അതിനിടയ്ക്ക് ആലോചിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഏകദേശമൊക്കെ നമുക്ക് പൂർണ്ണമായ നിലയിൽ ഇതൊക്കെ പറഞ്ഞു പോകുവാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. നമുക്ക് സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തീർക്കേണ്ടതുള്ളതുകൊണ്ട് മർമ്മപ്രധാനമായ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. വിവാഹത്തിന് മുമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ട, അനുവർത്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ചു, ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനമെടുത്തു. പെണ്ണിന്റെ ഉത്തരവാദിത്തം പെണ്ണിന്റെ വാപ്പയുടെ അനുവാദം വാങ്ങണം, വാപ്പയുടെ ഉത്തരവാദിത്തം പെണ്ണിന്റെ അനുവാദം വാങ്ങണം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് പോയി കെട്ടാൻ പറ്റൂല. അപ്പൊ രജിസ്റ്റർ വിവാഹമൊക്കെ ഇടങ്ങേറായി, രജിസ്റ്റർ വിവാഹമൊക്കെ ഇടങ്ങേറായി. അയ്യുമാ ഇംറാത്തിൻ നകഹത് ബിഗൈരി നകഹത് നഫ്സഹാ ബിഗൈരി ഇദ്നി വലിഹാ ഫനികാഹുഹാ ബാതിലുൻ ഫനികാഹുഹാ ബാതിലുൻ ഫനികാഹുഹാ ബാതിലുൻ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു പെണ്ണ് സ്വമേധയാ യഥേഷ്ടം തന്റെ ബാപ്പാടെ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ കല്യാണം കഴിച്ചാൽ അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്, ശരിയാവൂല. അപ്പൊ പോയിട്ട് വാപ്പായെ വെട്ടിച്ചിട്ട് കഷ്ടപ്പെട്ട് വാപ്പ വളർത്തി, എടോ ചെറുപ്പം മുതലേ കൊണ്ടുവന്ന് നിനക്ക് ഹോർലിക്സും ബോൺവിറ്റായും എല്ലാ വിറ്റായും മേടിച്ചെന്ന് നിന്നെ കൊഴിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്ന് 12ാം ക്ലാസ് വരെ പഠിപ്പിച്ച് MBBS നിനക്ക് അഡ്മിഷൻ വാങ്ങി തന്ന് കൊള്ളാല്ല. വാപ്പാടെയും ഉമ്മാടെയും ഒരു അനുവാദം വേണ്ട, വാപ്പായും ഉമ്മായും വേണ്ട, എവരെങ്കിലും കണ്ടവർ ഒറ്റ ഓട്ടം. നോക്കണം, ഈ 10-18 വർഷം 19 വർഷം അല്ലെങ്കിൽ 20 വർഷം ഇവിടെ ഈ വാപ്പായും ഉമ്മയും കുടുംബക്കാരും എത്രത്തോളം സ്നേഹിച്ച് ചെലവിന് നൽകി അവളെ ആറ്റു നോറ്റ് പോറ്റിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വന്ന് അവസാനം ഏതോ ഒരു ചെറുക്കൻ അവിടെ നിന്നൊരു കൊഞ്ഞണം കാണിച്ചപ്പം അത് കണ്ടിട്ട് ഒറ്റ പോക്ക് ഇല്ലേ? നിറികെട്ടവൾ, നിറികെട്ടവൾ. നീ പോയി അവനെ കല്യാണം കഴിച്ചാൽ വാപ്പാന്റെ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ നീ വിവാഹം കഴിച്ചാൽ ആ നിക്കാഹ് അസാധുവാണ് പെണ്ണെ. നിങ്ങൾ നടത്തുന്നത് വ്യഭിചാരമാണ്. വ്യഭിചാരത്തിന്റെ പേരിൽ നാളെ നീ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. പിതാവിന്റെയും വാപ്പയുടെയും പൊരുത്തം നീ വാങ്ങാത്തതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തേണ്ടി വരും. ഇസ്ലാമിക ആദർശങ്ങളെ പണയപ്പെടുത്തിക്കൊണ്ട് അനിസ്ലാമിക ജീവിതത്തിന് നീ തുടക്കം കുറിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുക മാത്രമല്ല, മുഖം കുത്തപ്പെട്ട നിലയിൽ നാളെ ഖാറൂന്റെയും ഫിർഔന്റെയും ഹാമാന്റെയും കൂട്ടത്തിൽ നരക കുണ്ടാരത്തിലേക്ക് നീ വലിച്ചെറിയപ്പെടും പെണ്ണെ. അതുകൊണ്ട് കരുതിയിരുന്നോ. നീയൊക്കെ നോക്കും, കുഴപ്പമില്ല, എന്നെ കൂടെ ഒക്കെ ജീവിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ. എവിടെങ്കിലും കൊണ്ടുവച്ച് നിന്റെ റൂഹ് പോയിട്ട് നിന്നെ കൊണ്ടുവന്ന് കുഴിയിലേക്ക് ഇറക്കി വെച്ച് നിന്റെ വായിലേക്ക് എല്ലാരും മണ്ണ് വാരിയിട്ടിട്ട് മടങ്ങിപ്പോയാൽ 2 മലക്കുകൾ വന്നിട്ട് അജ്ലസാക്കി നിന്നെ അവിടെ ഇരുത്തും, വൈഖലാക്കി ഉണർത്തും, വസഅലാക്കി നിന്നോട് ചോദിക്കും, ഓരോ ചോദ്യവും ചോദിക്കും. ആരാണടി പെണ്ണെ നിന്റെ റബ്ബ്? നീ ഇന്ന് വരെ അനുഷ്ഠിച്ച ജീവിത ശൈലി എന്തായിരുന്നു? നിന്റെ ഖിബ്ല ഏതായിരുന്നു? നിന്റെ ഇമാം ഏതായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ഇസ്ലാമിക പാരമ്പര്യത്തെ പണയപ്പെടുത്തിക്കൊണ്ട് അനിസ്ലാമിക ജീവിതം കേവലം നൈമിഷികമായ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി പണയപ്പെടുത്തി പോയ പെണ്ണേ, നീ ആ മലക്കുകളുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയും, ഹാ 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 ലാദിരി ലാദിരി ലാദിരി. എനിക്കറിയാമായിരുന്നു നേരത്തെ
ഇസ്ലാമിക ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞുകൂടിയപ്പോൾ, എന്റെ വാപ്പ മുസ്ലിമായപ്പോൾ, എന്റെ ഉമ്മ മുസ്ലിമായിരുന്നപ്പോൾ, അവരുടെ മുസ്ലിമായ പെണ്ണായി ഞാൻ ജീവിച്ചപ്പോൾ, ആ സമയത്തെങ്ങാണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി, ക്ഷണികമായ സുഖത്തിന് വേണ്ടി, ഒരു ചെറുക്കന്റെ കൊഞ്ചല് കണ്ടുകൊണ്ട്, ഒരു ചെറുക്കന്റെ ചിരി കണ്ടുകൊണ്ട്, അവന്റെ ദുനിയാവിലെ കേവലം വിലയില്ലാത്ത ഒരു ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട്, അവന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്, അവന്റെ വലയിൽ കുടുങ്ങിക്കൊണ്ട്, ഇസ്ലാമിക ജീവിതത്തെ പണയപ്പെടുത്തിക്കൊണ്ട് അനിസ്ലാമിക ജീവിതം ഞാൻ നയിച്ചുപോയി. എനിക്കിപ്പോഴും മറതിയായി പോയി. എന്റെ കിബില ഏതാന്ന് എനിക്കറിയില്ല, എന്റെ റബ്ബാരാണെന്ന് എനിക്കറിയില്ല, എന്റെ ഇമാം ആരാണെന്നറിയില്ല, ആരാണ് അല്ലാഹ്ന്നറിയില്ല. യാ വൈലത്താ യാ ഹസ്രത്താ, എനിക്ക് വന്ന നാശമേ, എന്നെ കൈക്ക് പിടിച്ച് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി എനിക്കൊരു കള്ള ജീവിതം, മോശമായ ജീവിതം തന്ന എന്റെ കാമുകൻ എവിടെ? എന്റെ ബാപ്പയും എന്റെ ഉമ്മയും ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ, എന്റെ പെണ്ണെ നീ ഞങ്ങളുടെ മക്കളല്ല, നീ എന്റെ മോളല്ല, ഇനി ഈ വീട്ടിലേക്ക് കയറി വരരുത് എന്ന് പറഞ്ഞ എന്റെ ബാപ്പയും ഉമ്മ പോലും എന്നെ മറന്നുപോയി. അവര് പോലും എനിക്ക് ദുആ ചെയ്യുന്നില്ല എന്ന് ഖേദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പാമ്പുകളെയും തേളുകളെയും ആ ഖബറിലേക്ക് അല്ലാഹു വിന്യസിക്കുകയും ഖബറങ്ങനെ ഞെരിക്കുകയാണ്, ഖബറങ്ങനെ ഞെരിക്കുകയാണ്. അവളുടെ വാരിയല്ലുകൾ കോർക്കത്തക്ക നിലയിൽ ഞെരിക്കുകയാണ്. അവൾ നിലവിളിക്കുന്നു, പക്ഷേ ആ വിളി കേൾക്കാൻ ആരുമില്ല. പെണ്ണിനെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ കാറുമായി 100 കണക്കിന് കൂട്ടുകാർ വന്നപ്പോൾ, മയ്യത്തായി കട്ടിലിൽ കിടക്കുമ്പോൾ, ഖബറിൽ കിടക്കുമ്പോൾ, പെണ്ണെ 2 പേരുടെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നെങ്കിൽ, അതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന നിന്റെ ബാപ്പയുടെ അനുവാദമില്ലാതെ എങ്ങാളും രജിസ്റ്റർ ഓഫീസിൽ പോയി ആരാന്റെ പിറകെ ഇറങ്ങിപ്പോയി ആദർശം പണയം വെച്ച് നീ കല്യാണം നടത്തി ജീവിതം നയിച്ചാൽ ഫനിക്കാഹുഹാ ബാത്തിലുൻ, ഫനിക്കാഹുഹാ ബാത്തിലുൻ, ഫനിക്കാഹുഹാ ബാത്തിലുൻ. ഒരു പ്രാവശ്യമല്ല അള്ളാഹു പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞത്, 2 പ്രാവശ്യമല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത്, 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു, അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്, അവളുടെ നിക്കാഹ് അസാധുവാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞ എന്താ? ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിൻ, പെണ്ണുങ്ങളുടെ അനുവാദവും വാങ്ങണം, വാപ്പാടെ അനുവാദവും വാങ്ങണം. ലാ നിക്കാഹ ഇല്ലാ ബിവലി, വലിയില്ലാതെ നിക്കാഹില്ല, വലിയുടെ അനുവാദം ഇല്ലാതെ നിക്കാഹില്ല. അതുകൊണ്ട് പെണ്ണിന്റെ അനുവാദം വേണം, വാപ്പയുടെ അനുവാദം വേണം. പെണ്ണിന്റെ അനുവാദമില്ലാതെ കൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുത്. ചില പെണ്ണുങ്ങൾക്കൊക്കെ ചില മനസ്സിന് ചില എന്തൊക്കെയോ എന്താ എന്ത്രാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്ക്. എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ള ആളായിരിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ നീ ഒരു പെണ്ണിനെ, ഒരു ചെറുക്കനെ കണ്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ വാപ്പാടുത്തൊന്ന് നീ പറ, വാപ്പിച്ച ഞാൻ പറയുന്നൊന്ന് കേൾക്കോ വാപ്പിച്ച. അത് പിന്നെ എന്താ മോളെ, നീ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടില്ലയോ. അപ്പം വാപ്പ വിചാരിച്ച് എന്താ പരീക്ഷയ്ക്ക് അങ്ങ് എറണാകുളത്ത് കൊണ്ടുപോകണം, കാറിൽ കൊണ്ടുപോകണം, AC ഒക്കെ ഇട്ടുകൊണ്ട് പോകണം എന്നൊക്കെ ആയിരിക്കും. ഞാനെന്താ മോളെ, വാപ്പ വലിയ ഉഷാറായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയ, വാപ്പയുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്, ഇന്നൊരാളിനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ മനസ്സിലിരിക്കുക. വാപ്പിച്ച എനിക്ക് എല്ലാം മേടിച്ചെന്ന് വാപ്പിച്ചല്ലയോ, ഞാൻ എന്തെല്ലാം പറഞ്ഞ് കേൾക്കുന്ന വാപ്പിച്ചല്ലയോ, ഞാൻ എപ്പോൾ എവിടെ പോയിട്ട് പള്ളിക്കൂടത്തിൽ പോയിട്ട് വന്നാലും ആദ്യം വാപ്പിച്ചായി കാണാനല്ലയോ വാപ്പിച്ച ഞാൻ ഇഷ്ടപ്പെടുന്നത്, എല്ലാം വാപ്പിച്ച ആണ് മോളെ. അതിനിപ്പോൾ എന്താ നീ പറ, നിന്റെ കാര്യം പറ. വാപ്പിച്ച ഞാൻ എങ്ങനെ പറയും വാപ്പിച്ചാന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെരിങ്ങി ഒരൊറ്റ ഓട്ടം ഉമ്മടക്കം, ഉമ്മ ഒന്ന് പറയാം, എനിക്ക് വാപ്പിച്ചടുത്ത് പറയാൻ മനസ്സില്ല. ഇപ്പൊ ഉമ്മ പതുക്കെ രാത്രി തലയടി മന്ത്രത്തിൻ്റെ കഥയെ നമ്മുടെ കൊച്ചു പറഞ്ഞ എന്താണെന്നറിയോ, അവളുടെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കനുണ്ട്, നല്ല യോജിച്ച ഒരു ചെറുക്കനാണ്, നല്ല സ്വഭാവമാണ്, ക്ലാസ്സിൽ നല്ല പഠിക്കുന്നവനാണ്, അതുകൊണ്ട് ആ ചെറുക്കനെ ഒന്ന് കിട്ടിയാൽ കൊള്ളാന്ന് അവനാകൻ. അല്ലാ, ആദ്യം ഉമ്മായി ഇയാൾ തലാക്കിയല്ലും, പിന്നെ 2ാമത് മോളെയും തലാക്കിയല്ലോ. ആ സമയത്ത് എല്ലാ സംഭവമൊക്കെ ശരി തന്നെയാണ്, എല്ലാം സംഭവം ക്ലിയർ തന്നെയാണ്. പക്ഷെ ആ സമയത്ത് ആ ഒരു വാക്ക് മൂപ്പിലാന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയുണ്ട്, അത് കളഞ്ഞിട്ട് നീ സ്വന്തമായിട്ടൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ അടിയായി വഴക്കായി പിന്നെ അവസാനം കെട്ടിക്കോ അന്ന് വലിയായിട്ടിരിക്കും. ഏത് മനസ്സിലാ മനസ്സോടെ ഞാൻ കെട്ടിച്ചു തന്നിരിക്കുന്നില്ല, ഒരു സാധനം എൻ്റെ കുടുംബത്തിൽ ഞാൻ തരില്ല, എനിക്ക് ഒരംശം തരില്ല, എന്നൊക്കെ ഞാൻ കെട്ടിച്ചെന്നു സ്വസ്ഥമായിട്ട് ജീവിച്ചോണം, റാഹത്തോടെ നീ ജീവിച്ചോണം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നോട് പറയരുത്. അങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. പിന്നെന്താണ്? ഇദാ അതാകും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. ഈ ചെറുക്കനെ കുറിച്ച് ഈ പെണ്ണെ മോള് പരിചയപ്പെടുത്തി, മോളോട് ഇത്രയും സ്നേഹമുള്ളവനാ വാപ്പയായിരുന്നല്ലോ നീ ഒന്ന് ആലോചിക്ക്. പോയി ആ ചെറുക്കന്റെ കുടുംബം, അവന്റെ മഹിമ, അവന്റെ സ്വഭാവം, അവന്റെ അവസ്ഥ, അവന്റെ സാമ്പത്തികം എല്ലാം നീ ഒന്ന് മനസ്സിലാക്ക്. അതല്ലാതെ ചാടാതെ പെടയാതെ വെളിച്ചപ്പാട് കാണിക്കാതെ നീ ഒന്ന് പോയിട്ടൊന്ന് നോക്ക്, എങ്ങനെ ഉണ്ടെന്ന് സംസാരിച്ച് നോക്ക് കുടുംബവുമായിട്ട്. അങ്ങനെ ബന്ധപ്പെട്ട് മന്നെ അന്വേഷിച്ചപ്പോൾ നിന്റെ അടുക്കലേക്ക് ആലോചനയുമായി വന്നവർ
ഇദാ അതാകും മൻ തറളൗന ദീനഹു, ദീനി നിഷ്ഠയുള്ളവനായിരുന്നു, വഖുലുഖഹു, സ്വഭാവ മഹിമയുള്ളവനായിരുന്നു എങ്കിൽ, നിന്റെ പെണ്ണുമായി യോജിച്ചു പോകാൻ പൊരുത്തപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയാൽ ഫസൗവിജൂ, ബാപ്പാ നീ ആ വിവാഹം നടത്തി കൊടുക്കണം. വയില്ല, അങ്ങനെ അല്ല എങ്കിൽ വാപ്പ ശാഠ്യം പിടിച്ചുകൊണ്ട്, ഇല്ല ഞാൻ പിടിക്കുന്ന മൊയിലിന് 3 കൊമ്പ്, എന്റെ മോളാണ്, ഞാൻ കെട്ടിച്ചു കൊടുക്കൂല, എനിക്കിഷ്ടമുള്ളവനെ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചാൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർദ് വഫസാദുൻ അരീൽ, ഭൂമിയിൽ വലിയ കുഴപ്പം ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ കുഴപ്പം? ശരി, വാപ്പയുടെ ഇഷ്ടം അനുസരിച്ച് കെട്ടിച്ചോ, ഒരു കുഴപ്പമില്ല, ഞാൻ തയ്യാറാണ്. കല്യാണം എല്ലാം ആലോചിച്ച് കല്യാണത്തിന്റെ തലേന്ന് മൈലാഞ്ചി ഇടുന്ന സമയത്ത് ഇവൻ ഇപ്പുറത്ത് ഇങ്ങനെ കോളേജുമായിട്ട് വന്നിക്കും, ഇവളിങ്ങനെ ഞാൻ മുകളിലോട്ട് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മോളിൽ നിന്നൊക്കെ വഴി തന്നെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്കൂടെ ഇതൊക്കെയായിട്ട് നാളെ കല്യാണത്തിന് അണിയാനുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് അണിഞ്ഞുകൊണ്ട് ഒരൊറ്റ ഓട്ടം. പിറ്റേന്ന് വാപ്പ വലിക്ക് വരുമ്പോ മോളെ കാണാനില്ല. ഫസാദായി. ഹാജിയാർക്ക് പിന്നെ ചങ്കു ഉയർത്തി നടക്കാൻ പറ്റൂല. പിന്നെ ആചാർ എന്താ ചെയ്യുക? അങ്ങോട്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷനെ ഫ്രണ്ടിലോ ട്രെയിൻ വരുന്ന വഴിക്ക് അടുത്ത് അങ്ങോട്ട് ചാടുക, മരിക്കുക. ഫസാദുൻ തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർളി ഫസാദുൻ അരീം. അല്ലെങ്കിൽ കല്യാണത്തിന്റെ തലേന്ന് പെണ്ണൊളിച്ചോടി പോയി ആചാരേ എന്ന് പറഞ്ഞ് കളിയാക്കൂലേ? അതുകൊണ്ട് നേരത്തെ കൂടി ആലോചിച്ച പെണ്ണിന് യോജിച്ചതാണെങ്കിൽ അൽഹംദുലില്ലാ, സംഭവമൊക്കെ ക്ലിയർ ആണെന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് കെട്ടിച്ചോട്, പ്രശ്നം തീർന്ന്. അതാണ് ഇസ്ലാം. ഇസ്ലാം അതാണ് സ്വഭാവ മഹിമയുള്ളവൻ. അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ തെരഞ്ഞെടുക്കേണ്ടത് എന്താ? സമ്പത്താണോ? കുടുംബ മഹിമയാണോ? സൗന്ദര്യമാണോ? ദീനാണോ? എന്താ? അതും പ്രവാചകൻ തന്നെ പറയട്ടെ. എല്ലാ കല്യാണ സദസ്സുകളിലും ഇമാമിങ്ങൾ ഓതുന്ന ഹദീസാണ്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. പൊതുവെ വിവാഹം കഴിക്കപ്പെടാറുള്ളത് 4 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. നിക്കാഹിന്റെ വേദിയിൽ ഇതൊക്കെ പറയാറുണ്ട്, പക്ഷേ അർത്ഥം അറിയില്ല. അതുകൊണ്ട് എന്താണ് കല്യാണം എന്നറിയില്ല. പൊതുവെ വിവാഹം കഴിക്കപ്പെടാറുള്ളത് 4 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. ലിമാലിഹ, അവളുടെ സമ്പത്ത്, വലിഹസബിഹ, അവളുടെ കുലീനത, വലിദീനിഹ, വലിഹസബിഹ, വലിജമാലിഹ, അവളുടെ സൗന്ദര്യം, വലിദീനിഹ, അവളുടെ മതനിഷ്ഠ. ഈ 4 കാര്യങ്ങളാണ് പൊതുവെ വിവാഹവേദികളിൽ പരിഗണിക്കപ്പെടാറുള്ളത്, വിവാഹങ്ങളിൽ പരിഗണിക്കപ്പെടാറുള്ളതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനീ നിഷ്ഠയുള്ള, മതബോധമുള്ള, മതനിഷ്ഠയുള്ള പെണ്ണിനെ നീ തെരഞ്ഞെടു. അങ്ങനെയെങ്കിൽ നീ വിജയിച്ചു. ഇല്ലെങ്കിൽ നിന്റെ 2 കൈയും മണ്ണിൽ പൊതഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ മുഖം കുത്തി നീ വീണ് ആക്സിഡന്റ് ആയി ബ്രേക്ക് ഡൗൺ ആയി പോകുന്നർത്ഥം. റസൂലുള്ളാഹ് ഇതിനെ ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ചിട്ട് പറഞ്ഞു, ലാ തുസൗവിജൂൻ ലിഹുസ്നിഹിൻ ഫഅസാ ഹുസ്നുഹുൻ അയ്യുർദിയഹുൻ. ഏ സഹോദരങ്ങളെ, ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹിജാസിന്റെ മണ്ണിൽ ചവിട്ടിക്കൊണ്ട് 21ാം നൂറ്റാണ്ടിൽ താമസിക്കുന്ന മുസ്ലിമേ, നിനക്ക് വേണ്ടി പറഞ്ഞു തരുന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന് നീ ചെവി കൊടുത്തില്ല എങ്കിൽ നീ കുടുംബ ജീവിതത്തിൽ ധാരാളം അസഹ്യതകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ലാ തുസവ്വിജൂഹുന്ന ലിഹുസ്നിഹിൻ, പെണ്ണിനെ അവളുടെ സൗന്ദര്യം മാത്രം നോക്ക് നീ വിവാഹം കഴിക്കല്ലേ. അങ്ങനെ നീ വിവാഹം കഴിച്ചാൽ ഫഅസാ ഹുസ്നുഹുന്ന അയ്യുർദിയഹുൻ, അങ്ങനെ എങ്ങാനും നീ വിവാഹം കഴിച്ചാൽ അവൾ നിന്റെ വാക്കുകൾക്ക് മറികടന്നേക്കാം, നിന്റെ നിന്റെ നിർദ്ദേശങ്ങളെ അവൾ മറികടന്നേക്കാം, നിന്റെ വാക്കുകൾ അവൾ സ്വീകരിക്കുകയില്ല. നിന്റെ വാക്ക് സ്വീകരിക്കണമെങ്കിൽ നിനക്ക് പറ്റിയ യോജിച്ച പെണ്ണിനെ കെട്ട്. നിന്നേക്കാൾ വലിയ സൗന്ദര്യമുള്ള, നാട്ടിലെ പെണ്ണുങ്ങളെക്കാൾ സൗന്ദര്യമുള്ള, സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് പെണ്ണിനെ നീ വിവാഹം കഴിക്കാൻ തയ്യാറായാൽ ആ പെണ്ണ് പറയുന്നത് നീ കേൾക്കേണ്ടി വരും. നിനക്കോട്ട് ഒഴിവാക്കാനും പറ്റൂല.
വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു ലാ തുസവ്വിജൂഹുന്ന ലിമാലിഹിൻ ഫഅസാ മാലുഹുൻ അയ്യുത്ഗിയഹുൻ. സമ്പത്ത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നീ കല്യാണം കഴിക്കല്ലേ, സമ്പത്ത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വിവാഹം കഴിക്കല്ലേ. അങ്ങനെ എങ്ങാനും സമ്പത്ത് മാത്രമാണ് നിന്റെ മോഹമെങ്കിൽ അങ്ങനെ നീ വിവാഹം കഴിച്ചാൽ നിന്നെ വഴികേടിലേക്ക് അത് കൊണ്ടെത്തിക്കുമെന്ന് സയ്യിദുനാ വസനദുനാ വശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് മാത്രം നോക്കി കല്യാണം കഴി. നീ പറയുന്ന അനുസരിച്ച്, അവള് പറയുന്ന അനുസരിച്ച് നീ പോണം, കൊണ്ടുപോകണം. എനിക്ക് നാളെ വീട്ടിൽ പോകണം. അതല്ലാതെ പോയി ഇരുന്നിട്ടൊന്നും ആലോചിക്കല്ല. വാപ്പാക്ക് സുഖമില്ല, ഉമ്മാക്ക് സുഖമില്ല എന്ന് പറഞ്ഞു വീട്ടിൽ പോയാൽ കൊള്ളാമെന്നൊക്കെ ഒരുപാട് നാളായില്ലേ അത് അതവുള്ള പെണ്ണിന്റെ സ്വഭാവം. അതല്ല നീ നാളെ വീട്ടിൽ പോകണം. അത് ഞാൻ കാണില്ല, ഞാൻ എറണാകുളത്ത് അത് പോയിക്കോ, ഞാൻ എല്ലാ ചെറുക്കനെ വിളിച്ച് വണ്ടി ഓടിച്ചു ഞാനങ്ങ് പോയിക്കോളാം. ആ ചെറുക്കൻ അപ്പുറത്തെ ഷാജി അവൻ വരും വണ്ടി ഓടിച്ചോണ്ട് നിങ്ങളങ്ങ് പോയിക്കോ, നിങ്ങൾ എറണാകുളത്ത് പോയിട്ട് നേരെ അങ്ങോട്ട് വന്നേച്ചാൽ മതി, ഞാൻ അവിടെ കാണും. ശരി എടാ ഷാജി നാളെ ഇവിടെ ഒന്ന് അങ്ങോട്ട് വിട്ടേക്കണേ. തീർന്ന് ഇടങ്ങേറ് എൻ്റെ ഇടങ്ങേറ്. ചിലപ്പോൾ ആ പോക്ക് എങ്ങോട്ടാന്ന് അറിയില്ല, നേരെ അങ്ങ് പോകും ഷാജിയായിട്ട് അവളങ്ങ് പോകും. കാലുകൾ അങ്ങനല്ലേ പോക്ക്, കാര്യങ്ങൾ അങ്ങനല്ലേ ഇന്നത്തെ പോക്ക്. നമുക്ക് യോജിച്ച പെണ്ണെ, ദീൻ ഉള്ള പെണ്ണിനെ കെട്ട്. ദീനുള്ള പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിരിക്കും, ഖൈറായിരിക്കും. നിന്റെ ജീവിതത്തിന്റെ സകലമാന മേഖലകളും ഖൈറായിരിക്കും, നിനക്ക് അനുകൂലമായിരിക്കും ദീനുള്ള പെണ്ണിനെ നീ തിരഞ്ഞെടുത്താൽ. ആര് തിരഞ്ഞെടുത്തു? പ്രവാചകന്മാർ, സഹാബാക്കൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ, സാലിഹീങ്ങൾ, ഫുഖഹാക്കൾ, ഖുറമാക്കൾ, ഉലമാക്കൾ ദീനീ നിഷ്ഠയുള്ള ബോധമുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറാത്തുകളും ബർക്കാത്തുകളും അല്ലാഹു നൽകി. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി പട്ടണ പ്രദക്ഷിണം നടത്തുമ്പോൾ, രാത്രി ഇങ്ങനെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോ ഒരു വീട്ടിലൊരു ചെറിയ വെളിച്ചം കാണുന്നു. അറിയാലോ സംഭവം എന്താ? സംഭവം പറയില്ല, നിങ്ങളെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്, ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ആ വീട്ടിലൊരു വെളിച്ചം കാണുന്നു. എന്താണ് ആ വെളിച്ചം? ഉമ്മയും മകളും തമ്മിൽ വഴക്ക്. എന്താ വഴക്ക്? പാലില് വെള്ളം ചേർക്കണമെന്ന് ഉമ്മ, വേണ്ട എന്ന് മകൾ. ഓഹോ, അത്രയ്ക്കും മോളൊക്കെ, ഇങ്ങനെയുള്ള മോളൊക്കെ ഉണ്ടായിരുന്നോ? പാലില് വെള്ളം ചേർക്കണമെന്ന് ഉമ്മ, വേണ്ടാന്ന് മകൾ. അപ്പൊ ഉമ്മ പറഞ്ഞു, മോളെ പാതിര സമയായി, ഇപ്പൊ ഉമർ ഒന്നും ഇവിടെ കാണൂല. ഉടനെ മകള് പറഞ്ഞ വാക്ക്, ഉമ്മാ, ഉമറിനെയും എന്നെയും ഉമ്മയെയും സൃഷ്ടിച്ച ജഗന്നിയന്താവായ തമ്പുരാനുണ്ടല്ലോ ഉമ്മാ, അനന്തവിശാലമായ ആകാശത്തെ സൃഷ്ടിച്ച തമ്പുരാൻ, അനന്തകോടി താരകങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, താരാപഥങ്ങളെ, ഉൽക്കകളെ, ഉപഗ്രഹങ്ങളെ, ഗ്രഹങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ, ആ തമ്പുരാൻ ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് ഉമ്മാ. ഉമറിനെ അല്ല നാം തൃപ്തിപ്പെടുത്തേണ്ടത്, ആ തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട് ഉമ്മാ. അതുകൊണ്ട് ആ തമ്പുരാനെ ഭയപ്പെടണം ഉമ്മാ. ഇത് ഉമർ കേട്ടു. എന്റെ ഭരണത്തിന്റെ കീഴിൽ ഈ കുടിൽ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള പെണ്ണുങ്ങളുണ്ടോ? പിറ്റേ ദിവസം ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ദൂതനെ വിട്ട് ഈ പെണ്ണിനെ വിളിപ്പിച്ചു. പെണ്ണപ്പഴേ മനസ്സിലാക്കി, അല്ലാഹ് പോയി ഇടങ്ങേറായി. ഉമർ ഇന്നലെ അറിഞ്ഞ സംഭവം. കാരണം ഉമർ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കാരണം ഉമർ കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നു, പിശാജ് കൊല്ലത്ത് നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് വരുന്നു എന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിവട്ടത്ത് എത്തുന്നതിന് മുമ്പേ അവിടുന്ന് തിരിഞ്ഞ് KMML അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് റൗണ്ട് അടിച്ച് അങ്ങോട്ട് പോയി കളയും, ഇങ്ങോട്ട് വരാനൊക്കത്തില്ല. ഇപ്പൊ അത്രയ്ക്കും പിശാജിന് പോലും ഉമറിനെ പേടിയാണ്. അപ്പൊ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നുണ്ടോ മനസ്സിലായി, എന്റെ തല പോയി, തീർന്നു. ഉമ്മ ഞാൻ അന്നേരം പറഞ്ഞില്ലേ, പോയി ഖൈർ, അവിടെ പോയി നിന്നു. ഉമറിന്റെ സമക്ഷത്തിലെത്തിയപ്പോൾ ഉമർ അൽ ഫാറൂഖ് ചോദിച്ചു, മോളെ നിന്നെ എന്തിനാണ് ഇവിടെ ഹാജരാക്കിയതെന്ന് അറിയുമോ? അറിയാം, ഇന്നലെ രാത്രി നടന്ന സംഭവം. ഞാൻ പറഞ്ഞില്ല, എന്റെ ഉമ്മയാ പറഞ്ഞു. എല്ലാം ഞാൻ കേട്ടു മോളെ, നീ എന്തിനു ദുഃഖിക്കണം, പ്രയാസപ്പെടുന്നത്? നിന്റെ ആ പാതിരാ സമയത്തുള്ള സംഭാഷണം ഈ ഉമർ വീക്ഷിച്ചു പോയി, കേട്ടുപോയി. പക്ഷേ നിന്റെ സംഭാഷണത്തിൽ എനിക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയ, എന്റെ മനം കുളിർക്കുന്ന തരത്തിലുള്ള വാക്ക് ഞാൻ കേട്ടുപോയി മോളെ. അള്ളാഹുവിനെ നീ ഭയപ്പെടുന്ന പെണ്ണാണ്. പാവപ്പെട്ട കുടിലിൽ, ചെറ്റക്കുടിലിൽ താമസിക്കുന്ന പാൽക്കാരി പെണ്ണിന്റെ മോളെ, മദീന പട്ടണത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖിന്റെ മകന് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് ആ പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. രാജ്യത്തിന്റെ കിരീടാവകാശി, നാട്ടിലുള്ള ലക്ഷം വീട് കോളനിയിൽ അല്ലെങ്കിൽ റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുന്ന സുന്ദരിയും സുശീലയുമായ
പതിവ്രതയായ നല്ല സുന്ദരിയായ ദീനീ ബോധമുള്ള ഒരു പെണ്ണിനെ അവളുടെ കുടുംബമോ അവളുടെ വീടോ അവളുടെ കൊട്ടാരമോ ഒന്നും നോക്കിയില്ല, അന്യപുരുഷനെ നോക്കാതെ അള്ളാഹുവിനെ രാത്രിയും പകലുമെന്നില്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹയെ സൂക്ഷിക്കുന്ന ഈ പെണ്ണാണ് എന്റെ മകന് സഖിയായി വരേണ്ടതെന്ന് മനസ്സിലാക്കി മദീന പട്ടണത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്ന മഹാനായ വീരശൂര പരാക്രമിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ മകനായ ആസിം റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ എന്ന് പറയുന്ന പാൽക്കാരിയെ കെട്ടിച്ചു കൊടുത്തു. നമ്മൾ ചെയ്യുവോ? ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ചെയ്യുവോ? ഉമറുൽ ഫാറൂഖ് ചെയ്ത ജീവിതം എന്താ ഇവിടെ തെരഞ്ഞെടുത്തത്? ദീനി നിഷ്ഠയുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്തു. അവരുടെ രണ്ടുപേരുടെയും വൈവാഹിക ജീവിതത്തിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ ലൈല എന്ന ഒരു മഹദിയെ അവർ ജന്മം നൽകി. ലൈല എന്ന മഹദിയിലൂടെ പാരമ്പര്യമായി ലൈലയിൽ നിന്ന് വന്ന കുട്ടിയാണ് ഭാവി കാലങ്ങളിൽ അറിയപ്പെട്ട രണ്ടാം ഉമർ എന്നറിയപ്പെട്ട മദീനയെ അടക്കി വാണിരുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. സക്കാത്തിന്റെ വിഹിതങ്ങൾ മുഴുവൻ ശേഖരിച്ചിട്ട് മദീനയിൽ ഒരു പാവപ്പെട്ടവൻ പോലും സക്കാത്ത് വാങ്ങിക്കാൻ അർഹനല്ല എന്ന് മനസ്സിലാക്കി, ഒരു സക്കാത്ത് വാങ്ങിക്കാൻ ഒരു പാവപ്പെട്ടവൻ പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആദ്യമായി മദീനയിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം അന്യനാട്ടിലേക്ക് അയച്ചത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിലാണ്. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് പരമ്പരാഗതമായി ഏത് കുടുംബത്തിൽ നിന്ന് വന്നതാണ്? മഹാനായ ഒന്നാം ഉമറിന്റെ കുടുംബത്തിൽ നിന്ന് ജനിച്ചത് വീണതാണ്. ആ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് വളരെ തുച്ഛമായ വേതനം പറ്റിക്കൊണ്ടാണ് സർക്കാർ ജോലി ചെയ്തത് എങ്കിൽ, ബഹുമാനമുള്ളവരെ, സർക്കാർ ജോലിയിൽ കൃത്യനിഷ്ഠത പാലിച്ചിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കൈകളിലായിരുന്നു ഖജനാവിന്റെ താക്കോൽ. ഒരു ദിവസം അദ്ദേഹം ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ വിളക്കുണ്ടായിരുന്നു. പാണ്ടക്കെട്ടിൽ നിന്ന് വിളക്കെടുത്ത് കത്തിച്ചു വെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിനെ തന്റെ അനുയായികൾ കണ്ടപ്പോൾ പറഞ്ഞു, മഹാനവറുകളെ, എന്തിനാണ് അങ്ങയുടെ പാണ്ടക്കെട്ടിൽ നിന്ന് വിളക്കെടുത്ത് വെച്ച് കത്തിച്ച് ഖുർആൻ പാരായണം നടത്തുന്നത്? ഇത് സർക്കാരിന്റെ സ്ഥാപനമാണല്ലോ, ഗവൺമെന്റിന്റെ സ്ഥാപനമാണല്ലോ, അതിന്റെ അധികാരം അങ്ങേക്കാണല്ലോ, അങ്ങേക്ക് ഇതിന്റെ താക്കോലുണ്ടല്ലോ, അങ്ങേക്ക് എന്തിനാണ് ഗവൺമെന്റ് വിളക്ക് തന്നിരിക്കുമ്പോൾ ആ വെളിച്ചത്ത് വെച്ച് ഖുർആൻ പാരായണം നടത്തിക്കൂടെ? എന്തിനാണ് മഹാനവറുകളെ അങ്ങയുടെ വിളക്കിലെ വെളിച്ചം, അങ്ങയുടെ വിളക്കിലെ എണ്ണ കത്തിച്ചു കളയുന്നതെന്ന് ഒരനുയായി ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ബിൻ ഫാറൂഖ് പറഞ്ഞു, ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു, ഏ സഹോദരാ, ഗവൺമെന്റ് എനിക്ക് വിളക്ക് തന്നത് എനിക്ക് ഖുർആൻ ഓതാനല്ല, ഈ മദീനയുടെ ജോലി ചെയ്ത് പൂർത്തിയാക്കാനാണ്. ഗവൺമെന്റ് എനിക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനാണ് ഈ വിളക്ക് കത്തിച്ചു തന്നത്. ഖുർആൻ ഓതൽ അബ്ദുൽ അസീസിന്റെ സ്വന്തം കാര്യമാണ്, ആഭ്യന്തര പ്രശ്നമാണ്, സ്വന്തം കാര്യമാണ്. സ്വന്തം കാര്യം ഗവൺമെന്റിന്റെ ജോലി ചെയ്യേണ്ട ആ വിളക്കിൽ ഞാൻ ഖുർആൻ പാരായണം നടത്തിയാൽ ചെയ്താൽ അള്ളാന്റെ കോടതിയിൽ ഞാൻ പോയി ഇതിന് പരിഹാരം പറയേണ്ടി വരും. അതുകൊണ്ട് വേണ്ട, അതിന് ഉമർ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ എന്റെ പാണ്ടക്കെട്ടിൽ നിന്ന് വിളക്ക് കത്തിച്ചു വെച്ച് എന്റെ സ്വന്തം കാര്യമായ ഖുർആൻ ഞാൻ ഓതിക്കൊള്ളാമെന്ന് പറഞ്ഞ് ദീനീ നിഷ്ഠയിൽ ചങ്കൂറ്റം കാണിച്ച ഈ മഹാനവറുകൾ ജന്മമെടുത്തെങ്കിൽ ദീനീ നിഷ്ഠയുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്ത് സഖിയാക്കി മാറ്റിയതിന്റെ പേരിലാണ് ഇത് സാധിച്ചത്.